വീഡിയോ എന്ന് വെച്ചാൽ മിനി ഡേ ഇൻ മൈ ലൈഫ് ആണ്. സോ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വെറൈറ്റി ആണ്. അതെ, നമ്മള് രണ്ടുപേര് ഒരാളെ സ്പ്ലിറ്റ് ആയിട്ട് നമ്മള് സെപ്പറേറ്റ് ആയിട്ടോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എക്സാം ഡ്യൂട്ടി ഉണ്ട്, അനീനയ്ക്ക് ലീവാണ്, ഓൾറെഡി എക്സാം ആണ്. സോ നമ്മൾ വിചാരിച്ചു ഓരോരുത്തരുടെ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് നമുക്ക് ഒന്നിച്ചെടുത്തിടാന്ന് വിചാരിച്ചു. സോ നമ്മള് ഞാനും പിന്നെ റെഡി ആയിട്ട് നമുക്കൊരു 8:30 ഹോസ്പിറ്റലിൽ എത്തിയാൽ നമ്മൾ റെഡി ആയിട്ട് ഇനി അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. മിന്നു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് ഹോസ്പിറ്റലിൽ കഴിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ താഴെ പോയിട്ട് ഹോസ്പിറ്റലിൽ എത്തി കാണുമായിരിക്കും. സോ അനിയനോട് എണീറ്റിട്ടുണ്ട്, നമുക്ക് റെഡി ആയിട്ട് പോവാം. സോ ഗൈസ് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയാണ് ഗൈസ്. നമ്മളാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഷോർട്സ് ഇടുന്നതായിരിക്കും. അനിയന ജോളി ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ അനിയന ജോളിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ അനിയന ജോളി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും. അതിന്റെ വീഡിയോകൾ എൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അനിയന ജോളി ഫുഡ് കഴിക്കും, വന്ന് കിടന്ന് ഉറക്കും. ബൈ. സമാധാനം. സോ ഗൈസ് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഒരു 8:45 ആകുമ്പോൾ നമുക്ക് എത്തിയാൽ അത് ഇപ്പോൾ 8:45 ആവാൻ പോകുന്നുണ്ട്. സമയമുണ്ട്, പക്ഷേ എപ്പോഴാണ് എക്സ്റ്റേണൽ വരുന്നത് നമുക്കറിയില്ല. അതെ ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ ക്ലിപ്പ് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് പോകാല്ലേ. ബൈ. അങ്ങനെ ഗൈസ് അവരെല്ലാം പോയി, ഞാൻ ദേ റൂമിലെത്തി. നമുക്കിനി ഫുഡ് കഴിക്കാം. Jalio Gincana. Jalio Gincana. നമ്മളെ ലിഫ്റ്റ് കയറ്റിയില്ല, ലിഫ്റ്റ് നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റെയർ യൂസ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ എക്സാം ഡ്യൂട്ടി. നമ്മുടെ HL2 എക്സാം ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ എക്സാം കഴിഞ്ഞ് തോന്നുന്നു. അപ്പോൾ നമ്മളിനി ചുമ്മാ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ബാക്ക് സൈഡ് ആയിട്ട്, നിങ്ങൾ അത് കാണിച്ചിട്ടുണ്ടല്ലോ ഹോസ്റ്റലിൻ്റെ ബാക്ക് സൈഡ് റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പോൾ അവർ ഹോസ്റ്റലിൽ നിന്ന് അനീനെയും മിന്നുഫുള്ളും വരുന്നതായിരിക്കും താഴേക്ക്. പിന്നെ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. വൈകുന്നേരം പുറത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഈ ഒരു വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാം. കാരണം കണ്ടന്റ് കുറവാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നമുക്ക് പോവാം, കാണിച്ചു തരാം. ഗൈസ് നമ്മൾ കുറച്ച് നാൾക്ക് ശേഷമായിട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത്. ഇവിടെ ഫുൾ ഇങ്ങനെ മരമൊക്കെ വെട്ടിയിട്ട് ഫുള്ള് ഭയങ്കര വെയിലാണ്. അങ്ങോട്ട് നമുക്ക് പോകാനേ പറ്റുന്നില്ല. ഇപ്പോൾ സമയം 11 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ നമ്മളിനി എന്നാൽ തലവേദന ഉണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് ഹോസ്റ്റലിൽ പോയിട്ട് വൈകുന്നേരം വല്ലതും ഈവനിങ് വോക്കിനാണ് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. നല്ലത്. സോ ഗൈസ് നമ്മളിപ്പം ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് മിന്നുഫുലിനെ കണ്ടു. മിന്നുഫുൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. ടെൻഷൻ കണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നതൊന്നുമല്ല, ടെൻഷൻ അതെ, നമ്മൾ തിരക്കായി പോയായിരുന്നു. അതെ, പിന്നെ നമ്മൾ ഉച്ചക്കൊക്കെ വന്നു, നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ടിപ്പോൾ ഒരു സമയം 4 മണി ആവാറായി. സോ നമ്മൾ നമ്മുടെ ഒരു ന്യൂ ഫുഡ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ സ്പോട്ട് നമ്മളെ അഡ്വഞ്ചർ ചെയ്യാൻ പോകുന്നുണ്ട്, കാണാൻ പോകുന്നത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ കാണിക്കാൻ കുറച്ച് നടക്കണം. സോ അതിൻ്റെ ഒരു വിഷമാണ് ബിനോയുടെ മുഖത്ത് കാണാനുള്ളത്. സോ നമ്മളവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നേരെ പറഞ്ഞ ഷോപ്പ് ഇതാണ്.
കൺഫ്യൂഷനിലാണ്. നമ്മൾ കഴിച്ച ഫുഡ് എന്താണെന്ന് നമ്മൾ തീരുമാനിച്ച് 4 നമുക്ക് ഷേക്കാണ് ഏത് ഫ്ലേവറാണ് പർച്ചേസ് ചെയ്യുന്നത്. നല്ല ആംബിയൻസ് ഉള്ള കാണാം. ആംബിയൻസ് വേണം. നമ്മൾ ഓർഡർ ആക്കിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനത്തെ ഐറ്റംസ് ഷേക്കിന് മാത്രമേ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആട്ടോ. ഇപ്പം ഞങ്ങൾ ഷേക്കും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണെങ്കിൽ നമുക്ക് 2 എണ്ണം കിട്ടും. ഇപ്പം 4 പേര് അങ്ങനെ ഈവൻ നമ്പർ കിട്ടണമെങ്കിൽ നമുക്ക് ലാഭമാണ്. ഓർഡർ ആക്കിയിട്ട് ഗൈസ് നമ്മുടെ അങ്ങനെ 2 മാംഗോ ഷേക്കും പിന്നെ 2 ബട്ടർ സ്കോച്ചും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമ്മൾ ബർഗറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്നാലും നമ്മൾ കുറച്ചൊന്ന് നമ്മുടെ ഒന്ന് വിശപ്പൊന്ന് ഇതാക്കാൻ വേണ്ടി നമ്മൾ ഷേക്ക് കുടിച്ച് തുടക്കം ഇടുകയാണ്. അമ്മായി തണുപ്പ് ഐസ് കുറവായിട്ട് ജോളിക്ക് പനി ജലദോഷമൊക്കെയാണ്. സോ നമ്മൾ തണുപ്പ് അങ്ങനെ അവോയ്ഡ് ചെയ്യാണ്. ഷേക്ക് എന്നൊരു പേരിൽ നമ്മൾ ഷേക്ക് കൊടുത്തു. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് നമ്മുടെ സിംഗർ ബർഗർ വന്നിട്ടുണ്ട്. ആക്രമിക്കാൻ പോകുന്ന നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ വിശപ്പ് ഒന്നുകൂടെ കൂടി ഷേക്കും ബർഗറും കഴിച്ച് നമ്മൾ ഷോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫോർഡബിൾ ആണ്. പിന്നെ അത്യാവശ്യം നമുക്ക് സ്റ്റുഡൻസിലൊക്കെ ആണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടും. പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഷേക്കിനെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബർഗറാണ് ഇഷ്ടപ്പെട്ടത്. ഷേക്ക് ഓക്കെ ഓക്കെ എന്നാണ് പറയാം. മോശമല്ല, പക്ഷെ കഴിക്കാൻ നല്ല പൂച്ചയില്ലേ അത്. ആരക്കാര്യത്തിലാണ് ചേരകാര്യം ഹോസ്റ്റലിലേക്ക് പോകണം. പണിയൊന്നും നല്ല സൺഡേ ആണ്. കിടന്നുറങ്ങണം. ഫണ്ടേ ഫണ്ടേ അതന്നെ ഫുള്ള് ഉറക്കമായിരിക്കും. അതെ കിടന്നു. പ്രൊഡക്ടിവിറ്റി ആയിട്ട് നമുക്ക് നാളെ ചെയ്യാൻ പറ്റും. തിരിച്ചു വന്നിട്ട് പഴുത്തമാങ്ങ നമ്മൾ കഴിക്കണം. പക്ഷെ മിന്നു വീട്ടിൽ നിന്ന് വന്നപ്പോൾ പച്ചമാങ്ങയായിരുന്നു. പഴുത്തു പോയി. ഉപ്പ് മുളക് ഇട്ട് അങ്ങനെ കഴിക്കുന്ന വിചാരിച്ചു. പക്ഷെ പഴുത്തുപോയി. നമ്മൾ ഒട്ടും വിചാരിച്ചില്ല പഴുക്കൊന്ന്. പച്ചയായിട്ട് ഇരിക്കുന്ന ഒരു സൈസായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും വിചാരിച്ചു എന്തായാലും മുറിച്ച് കഴിയുകയാണെങ്കിൽ താമസിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് മഞ്ഞ കളറാണെങ്കിലും നല്ല പുളിയുണ്ട് സത്യം പറഞ്ഞാൽ അല്ലേ. അപ്പൊ കഴിച്ചിട്ട് നമ്മളിത് എന്തായാലും നമ്മളിനി ഫുഡ് കഴിക്കുന്ന നടന്നിട്ട് നമ്മളോട് നമുക്ക് വയറുണ്ട്. പല്ലൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.